ശ്രീ എം എൻ കാരശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം എൻ കാരശ്ശേരി, രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഒരു വധഭീഷണി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടായതാണ്. പറഞ്ഞു പോയപ്പോൾ സംഭവിച്ചു പോയതാണെങ്കിൽ അത് പിന്നീട് തിരുത്താവുന്നതായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ, ദേശീയ തലത്തിൽ തന്നെ ആ വിഷയം ഉന്നയിക്കുന്നു. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം നടത്തുന്നു. അതിലൊരു തിരുത്ത് ഉണ്ടാകാതെ പോകുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം, സംഘപരിവാരുമായി ബന്ധപ്പെട്ടായാലും BJP-യുമായി ബന്ധപ്പെട്ടായാലും ഒരുപാട് കൊലവിളി പ്രസംഗങ്ങളും വിദ്വേഷ പരാമർശങ്ങളും നടത്തിയ നേതാക്കന്മാർ ഉണ്ട് എന്നത്. അത് വലിയ ഒരു വർധന അതുമായി ബന്ധപ്പെട്ട് 2024-ലെയൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ വലിയ വർധന അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു യോഗ്യതയായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടായിരിക്കുമോ തിരുത്തുണ്ടാകാതെ പോകുന്നത്? രേണുക, ഞാൻ ആ ചർച്ച അപ്പോഴല്ലെങ്കിൽ പിന്നീട് കണ്ടു. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പ്രയോഗമാണ് BJP-യുടെ വക്താവ് റിന്റു മഹാദേവ് നടത്തിയത്. കാരണം അദ്ദേഹം BJP-യുടെ വക്താവാണ്. BJP ഈ നാട് ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി, ഇവിടുത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ BJP-കാരാണ്. അപ്പൊ ഇവിടുത്തെ ജനാധിപത്യം അഹിംസാനിഷ്ഠമായാൽ മാത്രമേ ജനാധിപത്യമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവർക്കാണ് വേണ്ടത്. അദ്ദേഹം ആ പറഞ്ഞതൊക്കെ വളരെ അധികം ഒരു ലാഘവ ബുദ്ധിയോടുകൂടി, ഒരു ഇളഞ്ചിരിയോടുകൂടിയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള ഒരു ധിക്കാരം അതിനകത്തുണ്ട്. അതിപ്പോ വശാൽ പറഞ്ഞു പോയതാണ് എന്ന് പറയാൻ നമുക്ക് പറയാനില്ല. പക്ഷേ മനഃപൂർവ്വം നേരത്തെ കരുതിക്കൂട്ടി പറഞ്ഞതാണെങ്കിലും സാഹചര്യവശാൽ പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞയാള് അത് പിൻവലിച്ച് മാപ്പ് പറയണം. BJP എന്നുള്ള പാർട്ടി അതിൽ ഖേദം പ്രകടിപ്പിക്കണം. കാരണം ഇങ്ങനെ കൊലവിളി നടത്തിയാൽ ഒരു ചർച്ചയും ആർക്കും നടത്താൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം, ജനാധിപത്യം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം BJP-ക്കാണ് കേന്ദ്രത്തില്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അത് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM ആണ് ഇപ്പൊ ആഭ്യന്തരം നോക്കുന്നത്. CPM-ന്റെ ഉത്തരവാദിത്വം. അപ്പോ ആരാണ് രാഹുൽ ഗാന്ധി? അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയിലെ സമുന്നതമായ ഒരു നേതാവാണ്. ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ്. ഇതൊന്നും അല്ലെങ്കിൽ ഏത് മനുഷ്യന്റെ നേരെയും ഈ തരത്തിൽ ഒരു വധഭീഷണി മുഴക്കുക എന്ന് പറയുന്നത് പ്രാകൃതമായൊരു ഏർപ്പാടാണ്. രാഷ്ട്രീയ ചർച്ചയൊന്നും അല്ലത്. ഒരാളെ കൊല്ലും, ഒരാളെ മാറിലേക്ക് വെടിവെക്കും എന്ന് പറഞ്ഞ എങ്ങനെ ചർച്ചയാവുക? അപ്പോ നമ്മളിപ്പോ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ അങ്ങനെ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. അതിൽ ഒരാള് കോൺഗ്രസിന് പോയതിനു ശേഷം മഹാത്മാഗാന്ധി 48-ല്, പിന്നെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അവരുടെ പുത്രൻ രാജീവ് ഗാന്ധി, അവരൊക്കെ വെടികൊണ്ട് മരിച്ചവരാണ്. അവരുടെ രാജീവ് ഗാന്ധിയുടെ പുത്രനാണ് ഈ രാഹുൽ ഗാന്ധി. അപ്പോ ഇത് പറയുമ്പോ എന്തൊക്കെയാണ് ഇന്ത്യയിലെ നാനാഭാഗത്തുള്ള ആളുകളുടെ ഓർമ്മയിലേക്ക് വരാന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ സ്ഥാനത്തിരിക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛനും അവരുടെ മുത്തശ്ശിയും വെടികൊണ്ട് മരിച്ചു എന്നുള്ള വരുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊന്നും അവർ പ്രഖ്യാപിച്ച് ചെയ്തതായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് അവരുടെ ഒരു അംഗരക്ഷകനാണ്. രാജീവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തെ കണ്ട് നമസ്കരിക്കാൻ വന്നു എന്നുള്ള ഭാവത്തിൽ വന്ന LTT ഭീകരന്മാരാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല, ഇത്തരം ഒരു പാർട്ടിക്കും ചേർന്നതല്ല. ഇവിടെ ഇപ്പൊ ഇത് BJP മാത്രമേ ചെയ്യുന്നുള്ളൂ? അല്ല. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും. BJP മാത്രമാണോ ഇങ്ങനെ പറയുന്നത്? അല്ല. ഇത് കോൺഗ്രസ്സുകാരോ CPM-കാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരോ അല്ലെ BSP-കാരോ ഒക്കെ പറയുന്നുണ്ടാവാം. ആര് പറഞ്ഞാലും അപ്പൊ വേറൊരാള് പറഞ്ഞു എന്നുള്ളത് ഇദ്ദേഹത്തിന് പറയാനുള്ള ലൈസൻസ് അല്ലല്ലോ. അപ്പൊ അവനവന്റെ സംസ്കാരം എന്താണ്, അവനവന്റെ രാഷ്ട്രീയം എന്താണ്? ഇതിങ്ങനെ രാഷ്ട്രീയമാവുക? മലയാളത്തിൽ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കുണ്ട്. കൊലപാതകം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചു അല്ലെ അതിൽ പ്രവർത്തിക്കുന്നുള്ളതിന് പേര് വേറെ ഒരു പാർട്ടിക്കാരൻ ആ ആളെ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ ആ ആളെ വെടിവെച്ച് കൊല്ലുക? ഇതിപ്പോ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, പാകിസ്ഥാനിലൊക്കെ എങ്ങനെയുണ്ട്, മറ്റു രാജ്യങ്ങളിലുണ്ട്. ഇപ്പം ട്രംപിന്റെ ഒരു സുഹൃത്തിനെ അമേരിക്കയിൽ വെടിവെച്ച് കൊന്ന് ഈ അടുത്ത ആഴ്ചകളിലാണല്ലോ. അപ്പൊ ഇങ്ങനെ വെടിവെച്ച് കൊന്നൊരു പ്രശ്നം തീർക്കാനാണെങ്കിൽ അതിന് ജനാധിപത്യം എന്ന് പറയില്ല. ആയുധം കൊണ്ട് പൊരുതുന്നതിന്റെ പേരല്ല ജനാധിപത്യം, ആശയം കൊണ്ട് പൊരുതുന്നതിന്റെയാണ്. അപ്പോ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ഫ്രോയിഡിന്റെ മഹത്തായ ഒരു വചനമാണ്.
ദേഷ്യം വന്നപ്പോൾ കല്ലെടുക്കുന്നതിന് പകരം വാക്കെടുത്തപ്പോൾ മനുഷ്യന്റെ സംസ്കാരം ഉണ്ടായി എന്നാണ്. ഞാനത് ആവർത്തിക്കാം. ദേഷ്യം വരുമ്പോൾ കല്ലെടുക്കുന്നതിന് പകരം വാക്കെടുത്തപ്പോൾ മനുഷ്യന്റെ സംസ്കാരം ഉണ്ടായി. ഇത് അങ്ങേയറ്റത്തെ ഒരു കാട്ടുനീതിയാണിത്. ഇത് മനുഷ്യന്റെ നീതിയല്ല, മനുഷ്യന്റെ രീതിയല്ല, ഇതൊക്കെ മൃഗങ്ങളുടെ രീതിയാണ്. ഉള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ നീതിയല്ല. നമുക്ക് ശക്തിയല്ല നമ്മുടെ ശരിയാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് BJP വക്താവിന് അവർക്ക് പറയാനുള്ള ന്യായം പറഞ്ഞാൽ മതി. ലഡാക്കിൽ എന്താണ് നടന്നത്, മണിപ്പൂരിൽ എന്താണ് നടന്നത്, അത് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പങ്ക്, അത് ഇവർ കേസ് കൊടുക്കട്ടെന്നേ. അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിൽ. രാഹുൽ ഗാന്ധി അങ്ങനെ വല്ലതും ചെയ്തു എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. ഇനി അങ്ങനെ ഉണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല. കാരണം ലഡാക്കിൽ നടന്നതായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്, മണിപ്പൂരിൽ നടന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. അതിലൊന്നും നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് വിചാരിക്കാൻ പറ്റില്ല. പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് അധികാരം, ജനങ്ങളുടെ കയ്യിലാണ് ശക്തി എന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ കാലത്തും എല്ലാ പാർട്ടിക്കാരും പറയുന്നതും പറയേണ്ടതുമായ ഒരു കാര്യമാണ്. അതിപ്പോ ബംഗ്ലാദേശിലെ മാതിരിയോ നേപ്പാളിലെ മാതിരിയോ ഒക്കെ ജനങ്ങളെ ഇളക്കിവിടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് എല്ലാ സംവിധാനം ഉണ്ടല്ലോ. നിങ്ങൾ കേസെടുക്കൂ, എന്നിട്ട് കോടതിയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യൂ, എന്നിട്ട് അത് തെളിയിക്കൂ, എന്നിട്ട് അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കൂ. അല്ലാതെ ഒരു വക്താവ് വന്നിരുന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ മാറിലേക്ക് വെടിവെക്കും എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം പ്രാകൃതമാണ്. കഴിയുന്ന വേഗം അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയാന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സംസ്കാരം. എമൻ കാരശ്ശേരി, ഇവിടെ ഒരു കാര്യം കൂടി, ഇന്ന് പവൻ ഖേര പറഞ്ഞത് പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ സമീപനം മാറുന്നത് എന്ന ഒരു വിമർശനം കൂടി പവൻ ഖേര ഉന്നയിച്ചു. അപ്പോൾ നമുക്കറിയാം, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ആവർത്തിച്ച് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും കേന്ദ്ര സർക്കാരിനായാലും ഇല്ല. ആവർത്തിച്ച് ചോദ്യങ്ങളുണ്ട്, മറുപടിയില്ല എന്നൊരു സാഹചര്യം. അവിടെയാണ് രാഹുലിനെതിരെ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ലഡാക്കിലുണ്ടായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. അങ്ങനെയായാൽ ജനങ്ങൾ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള ഭീഷണികൾ കൂടി ഉയരുന്നത്. അതെ, എന്താന്ന് വെച്ചാല് എപ്പോഴാണ് ആളുകൾ തെറി പറയുന്നത്? ഉത്തരം മുട്ടുമ്പോഴാണ്. എപ്പോഴാണ് ആളുകൾ ഭീഷണി മുഴക്കുന്നത്? ഉത്തരം മുട്ടുമ്പോഴാണ്. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ആശയമുണ്ടെങ്കിൽ അത് പറയാ. അതിനല്ലേ ചർച്ച എന്ന് പറയുന്നത്, അല്ലാതെ ഭീഷണിപ്പെടുത്താനാണ് ചർച്ച. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി അഹിംസ പരമമായ ധർമ്മമാണ് എന്ന് ആവർത്തിക്കുന്ന ഒരു പുസ്തകമാണ് മഹാഭാരതം. ഹിംസ എത്ര വലിയ ആപത്താണ് എന്ന് കാണിക്കാൻ വേണ്ടി അതിനുവേണ്ടി കൂടി എഴുതപ്പെട്ട പുസ്തകമാണ് മഹാഭാരതം. ഇവിടെ ഉണ്ടായ വലിയ ആദർശ ആത്മീയ പുരുഷന്മാര്, ജൈനനാണെങ്കിലും ബുദ്ധനാണെങ്കിലും ആവർത്തിക്കുന്ന ഒരു ആശയമാണ് അഹിംസ. നമുക്കിപ്പോ നമ്മുടെ 20ാം നൂറ്റാണ്ടില് ഗാന്ധി അത് ജനാധിപത്യത്തിന്റെ കാലത്ത് ശരിയാണ്, അത് പ്രായോഗികമാണെന്ന് കാണിച്ചു തന്നതാണ്. ആ അഹിംസാ മന്ത്രം കേട്ട് വളർന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ. അപ്പോ ഈ ഹിംസ എന്ന് പറയുന്നത് രാജാധിപത്യത്തിന്റെ കാലത്ത് മാത്രം ശരിയാണ്, ജനാധിപത്യത്തിന്റെ കാലത്ത് അഹിംസയാണ് ശരി. അപ്പോ ഇവർക്ക് മണിപ്പൂരിലെയോ ലഡാക്കിലെയോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലെയോ ജനമുന്നേറ്റങ്ങളെ, ജനരോഷത്തെ, ജനാഭിപ്രായത്തെ മാനിക്കാൻ കഴിയുന്നില്ല, അതിന് മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനൊരു ബലിയാടിനെ കണ്ടെത്തിയിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും രാഷ്ട്രീയ പ്രവർത്തനം, അതൊക്കെ തക്കിടികളാണ്. മാത്രമല്ല ഈ തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ജീർണത കാണിക്കുന്നതാണ്. നമ്മുടെ ചെറുപ്പക്കാരെയും യുവാക്കളെയൊക്കെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കേട്ടിട്ടാണോ ഇതിനൊക്കെയാണോ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്? എനിക്കറിഞ്ഞുകൂടാ. എപ്പോഴും ഇന്ത്യൻ പാരമ്പര്യത്തെ പറ്റി വളരെ അഭിമാനം കൊള്ളുകയും അതിന് പിടിച്ച് ആണയിടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പൊ അവര് ആലോചിക്കേണ്ടതാണ്. അതായത് ഞാൻ ആവർത്തിക്കുകയാണത്, അഹിംസയുടെ മൂല്യം കാണിക്കാൻ വേണ്ടി ഹിംസ എത്ര നിരർത്ഥകമാണ്, യുദ്ധം എത്ര നിഷ്ഫലമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കൂടി എഴുതിയതാണ് നമ്മുടെ ഏറ്റവും വലിയ പുസ്തകം മഹാഭാരതം. ലോകത്തിലെ തന്നെ വലിയ പുസ്തകങ്ങളിൽ ഒന്നാണ്. അപ്പോ ഹിംസ പറയുക, ഹിംസക്ക് ആഹ്വാനം കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ഞാൻ പറയാണ് മനുഷ്യർക്ക് ചേർന്നതല്ല, സംസ്കാരമല്ല, അത് പ്രാകൃതമായ രീതികളാണ്. അത് രാഷ്ട്രീയമോ സംസ്കാരമോ മതമോ കലയോ ഒന്നുമല്ല. അതുകൊണ്ട് കഴിയുന്ന വേഗം ഇന്ത്യൻ പാരമ്പര്യത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബഹുമാനമുണ്ടെങ്കിൽ, ജനാധിപത്യത്തെ പറ്റി എന്തെങ്കിലും അദ്ദേഹത്തിന് ആധിയുണ്ടെങ്കിൽ, ചർച്ചയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിൽ, ആ പറഞ്ഞ ആള് അത് പിൻവലിച്ച് മാപ്പ് പറയണം.
BJP ഖേദം പ്രകടിപ്പിക്കണം. ഇനി ഇത് ഉണ്ടാവുകയില്ല എന്ന് BJP ഉറപ്പാക്കണം. ഇത് BJPക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല. ഇത് കോൺഗ്രസിനും CPM-നും മുസ്ലിം ലീഗിനും BSPക്കും മറ്റെല്ലാ പാർട്ടികൾക്കും ഒരുപോലെ ബാധകമാണ്. കാരണം നമ്മളൊരു ബഹുകക്ഷി ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം കൊണ്ടു നടക്കുന്നത് നമ്മളാണ്. 140 കോടി ജനങ്ങളുള്ള അനേകം വൈവിധ്യങ്ങളുമുള്ള ഒരു ജനസമൂഹത്തെ കൊണ്ടു നടക്കുന്ന കൂട്ടരാണ് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. തീർച്ചയായും. ശ്രീ എം എൻ കാരശ്ശേരി, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക.